ഇന്ന് മെയ് 16 10 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതുപോലെ ഒരുപാട് സിനിമകൾ ഇന്ന് ദിവസം റിലീസ് ആയിട്ടുണ്ട്. ആദ്യത്തേത് ഒരു അന്യഭാഷ ഭാവന നായകവേഷത്തിലെത്തിയ ഹൊറർ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ദി ഡോർ എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ഇപ്പോഴത്തെ തമിഴ് ഭാഷയിലെ സിംപിളി സൗത്തിൽ OTT റിലീസ് ആയിരിക്കുകയാണ്. നേരത്തെ തെലുഗു തമിഴ് ഭാഷകളിലെ വിവിധ OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്തൊരു അന്യഭാഷാ സിനിമയാണ് ഗീതാഞ്ജലി മല്ലി വചിന്തി. അഞ്ജലി നായകവേഷത്തിലെത്തിയ ഈ ഹൊറർ സിനിമ ഇപ്പോഴത്തെ മലയാളം ഭാഷയിലും റിലീസ് ആയിരിക്കുകയാണ്. ഇന്ന് സിംപിളി സൗത്തിലൂടെയാണ് സിനിമയുടെ മലയാളം പതിപ്പ് OTT റിലീസ് ആയിരിക്കുന്നത്. അടുത്തതൊരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് OTT റിലീസ് ചെയ്ത തെലുഗു സിനിമയാണ് അർജുൻ സൺ ഓഫ് വൈജയന്തി എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലൂടെ തെലുഗു ഭാഷയിൽ മാത്രം ഇന്ന് സിനിമ റിലീസ് ആയിരിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് ഇന്ന് ഒന്നിലധികം സിനിമകൾ റിലീസ് ആയിട്ടുണ്ട്. അതിലൊന്ന് അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയാണ്. ധ്യാൻ, ഉർവശി, ഒപ്പം തന്നെ മുകേഷ് തുടങ്ങിയവരൊക്കെ അഭിനയിച്ച കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമ ഇന്ന് സൺനെസ്റ്റിലൂടെ റിലീസ് ആയിരിക്കുകയാണ്. വൈകാതെ സിനിമ സിംപിളി സൗത്തിലൂടെയും മനോരമ മാക്സിലൂടെയും റിലീസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. അടുത്തത് ഇന്ന് മനോരമ മാക്സിൽ റിലീസ് ചെയ്ത മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നേരത്തെ പ്രേക്ഷകർ അറിയിച്ച പറന്ന് ചെല്ലാൻ എന്ന സിനിമ അങ്ങനെ ഇന്ന് OTT റിലീസ് ആയിരിക്കുകയാണ്. മലയാളത്തിൽ മാത്രം മനോരമ മാക്സിലൂടെയാണ് സിനിമ റിലീസ് ആയിരിക്കുന്നത്. ക മു ക പി എന്നൊരു തമിഴ് സിനിമ കൂടി നേരത്തെ പ്രേക്ഷകർ അറിയിച്ച സിനിമയാണ്. ഇന്ന് സിംപിളി സൗത്തിലൂടെ സിനിമ OTT റിലീസ് ആയിട്ടുണ്ട്. വീഡിയോയിലെ 7ാമത്തെ അപ്ഡേറ്റ് ഒരു ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സീരീസ് അപ്ഡേറ്റ് ആണ്. ഹായ് ജുനൂൻ എന്നാണ് സീരീസിന്റെ പേര്. 7 ഭാഷകളിൽ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലൂടെ സീരീസ് ലഭ്യമാണ്. അടുത്തത് നേരത്തെ പ്രേക്ഷകർ അറിയിച്ച തെലുഗു സിനിമയെ മനമേ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം നേരത്തെ തെലുഗു ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ റിലീസായിരുന്നു. ഇപ്പോഴത്തെ ഈ ഫാമിലി കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ തമിഴ് ഡബ് ഇന്ന് തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ആയിരിക്കുകയാണ്. സിനിമയ്ക്ക് 2 മണിക്കൂർ 32 മിനിറ്റാണ് OTTയിൽ ഡ്യൂറേഷൻ. കഴിഞ്ഞ വർഷം പകുതിയോടെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അടുത്തത് ഒരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നസിപ്പായ എന്നാണ് സിനിമയുടെ പേര്. ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെയും ഒപ്പം സൺനെസ്റ്റിലൂടെയും സിനിമ റിലീസ് ആയിട്ടുണ്ട്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സർക്യൂട്ട് അപ്ഡേറ്റ് ആണ്. ആസിഫിനെ നായകനാക്കി തമർ സംവിധാനം ചെയ്ത് വിദേശത്ത് ചിത്രീകരിച്ച സിനിമ തിയേറ്ററുകളിൽ ഒരു പരാജയ സിനിമയായിട്ട് ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ OTT അവകാശങ്ങൾ ഇനിയും ആരും സ്വന്തമാക്കിയെന്ന് കൺഫേം ആക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും സോണി ലിവ് സിനിമ സ്വന്തമാക്കാൻ സാധ്യതകളേറെ എന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അവർ സിനിമ സ്വന്തമാക്കുകയാണെങ്കിൽ ജൂൺ മാസം സിനിമ OTT റിലീസാകും. കാത്തിരിക്കാം കൂടുതൽ OTT അപ്ഡേറ്റുകൾക്ക്.